മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മീൻകറി തയ്യാറാക്കി, പിന്നെ ഒരു തോരൻ തയ്യാറാക്കി. അറിയാലോ അപ്പോൾ തന്നെ എന്താണെന്ന്. സ്കൂളിലേക്ക് മോൾക്ക് ചോറ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഈ മീൻകറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ തോരൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത്, ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ മോള് പുട്ടിന് വേണ്ടിയിട്ട് മീൻകറി കൂട്ടി കഴിക്കാം അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം മീനും കുറച്ച് ചാറെടുത്തിട്ട് അവൾക്ക് പുട്ടിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഇതിപ്പോൾ കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണ് കേട്ടോ. കുറച്ച് ചാറ് വറ്റാനുണ്ട്. അത് ആ ചട്ടിയിലിരുന്ന് തന്നെ കുറച്ച് കുറുകിക്കോളും. അത് കുഴപ്പമില്ല. ഇനി 3 നേരം കഴിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഗ്രേവി ഞാൻ വെച്ചത് കേട്ടോ. ഇനി നമുക്ക് മോൾക്ക് പുട്ടിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അവൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ മീൻകറി കൂട്ടി തന്നെ ദോശയും പുട്ടുമൊക്കെ കഴിച്ചോളും. അത് കാരണം ഭാഗ്യമായി. ഇതാ ഇപ്പോൾ ഒരു കഷ്ണം പുട്ടും ഇതാ കുറച്ച് മീൻചാറ്. ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് മോക്കടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ പുട്ടും മീൻകറിയാണ് കേട്ടോ. ഇനി നമുക്ക് മോൾക്കുള്ള ചോറ് പൊതിയാം. അപ്പോൾ നെല്ലൂത്തരിയുടെ ചോറാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നെല്ലൂത്തരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഹസ് 3 നേരം ഗോതമ്പാണ് കഴിക്കുന്നത്. ഇപ്പോൾ ചോറൊന്നും കഴിക്കാറില്ല. ഞാൻ ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കും. പിന്നെ വൈകുന്നേരത്തേക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് ഡിന്നർ ഞാൻ പൂർത്തിയാക്കുന്നത്. അപ്പോൾ കുറച്ച് ചോറേ വെച്ചിട്ടുള്ളൂ. മോൾക്ക് ചോറൊന്നും അധികം അങ്ങനെ കുത്തി നിറച്ച് വെക്കണതൊന്നും ഇഷ്ടമല്ല. ഇത് തന്നെ വെക്കുമ്പോൾ അവൾ ചീത്ത പറയും. എന്തായാലും ഉച്ചയ്ക്കൊരു പിടി ചോറുണ്ടണമല്ലോ. അപ്പം ഞാൻ ചോറൊക്കെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രമൊക്കെ ഒന്ന് അടച്ച് വെക്കാം. അപ്പം മീൻകറിയും തോരനുമാണ് റെഡിയാക്കുന്നത്. ഒരു ചെറിയ പാത്രത്തിൽ മീൻകറി, വേറൊരു ചെറിയ പാത്രത്തിൽ തോരൻ. അതിനൊക്കെ വേണ്ടിയിട്ട് തോരനൊക്കെ മീൻകറിയും തോരനൊക്കെ രാവിലെ എണീറ്റ് ഉണ്ടാക്കിയതാണ്. വെളുപ്പിന് 4:30 എണീറ്റ് എല്ലാം റെഡിയാക്കി. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ. മിക്കവാറും അവൾക്ക് ഇഷ്ടപ്പെട്ട മീനുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കഷ്ണമൊക്കെ കഴിക്കുള്ളൂ. മിക്കവാറും മീനിൻ്റെ ചാറാണ് അവൾ കഴിക്കാറ്. എന്നാലും ഞാൻ സ്കൂളിലേക്ക് ഒരു 2 പീസ് മീനൊക്കെ കൊടുത്തു വിടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം മീനും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം അവളുടെ ഫ്രണ്ട്സിന് ഞാൻ വെക്കണ മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവർ പറയും, നിൻ്റെ അമ്മ വെക്കണ മീൻകറി നല്ല അടിപൊളിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തോരനും കൂടി പകർത്തിയെടുക്കാം. പിള്ളേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി പച്ചക്കറികളും ചെല്ലണമല്ലോ. മീനും ഇറച്ചിയും മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് പച്ചക്കറിയും കൂടെ ഉള്ളിൽ ചെല്ലണം. അപ്പോൾ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചെങ്കിലുമൊക്കെ കഴിക്കും. ഇതൊരു പിടി ബീൻസ് ഉണ്ടായിരുന്നത്. തലേ ദിവസം അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ബീൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു പിടി എടുത്ത് ഞാൻ മാറ്റി വെച്ചതാണ്. അതാണ് തോരനാക്കി കൊടുത്തയക്കണേ കേട്ടോ. ഈ ബീൻസിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. പക്ഷേ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല. ക്യാരറ്റ് ഞാൻ അവിയലിൽ ചേർത്തും തലേ ദിവസം. അപ്പോൾ ഇനി ഇപ്പോൾ തോരനും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അതും കൂടി അടച്ച് കൊടുത്തയക്കാം. മോൾക്ക് സ്കൂളിലേക്കുള്ള ചോറും കറികളൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.